കൊണ്ടുപോകും പടം. ഈ ഓണത്തിന് നല്ലൊരു സദ്യയാണിത്. പടം കിടിലം പടമാണ്. സൗണ്ട് എഫക്റ്റ് ആയാലും കിടിലം തന്നെയാണ്. സൂപ്പർ പടമായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. ഒന്നും പറയാനില്ല. പടം ഓണം തൂക്കി. ഓണം കൊണ്ടുപോകും പടം. അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നും മികച്ചതല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാം സൂപ്പറാണ്, അടിപൊളിയാണ്, ഗംഭീര വിജയമാണ്. ഈ ഓണത്തിന് നല്ലൊരു സദ്യയാണിത്. അടിപൊളി. എല്ലാവരും കാണണം എന്നാണ് പറയുള്ളൂ. എല്ലാവരും കാണണം. യൂത്തും മാത്രമല്ല, എല്ലാവർക്കും ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അടിപൊളി. ഞാൻ കൂടുതൽ സിനിമയെ പറ്റി പറയുന്നില്ല, കാരണം ആ ഒരു ത്രില്ലിംഗ് എലമെന്റ് കളയണ്ടല്ലോ. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻഗേജിങ് ആണ്, അതാണ് ആ പടത്തിന് വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്ര എൻഗേജിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. വലിയൊരു സ്ക്രീനിൽ ഒരു ചെറിയ ഐഡിയ ആയിട്ട് തുടങ്ങിയ ഒരു സാധനം ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഐ എം ജസ്റ്റ് വെരി ഗ്രേറ്റ്ഫുൾ. നിങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആസ്വദിക്കുന്നതിൻ്റെ ഒരു ഇത് പകുതി അങ്ങ് നഷ്ടപ്പെടും. അതിന് മുൻപ് എല്ലാവരും പോയിട്ട് പടം കാണുക, ആ ഒരു ഫീല് നിങ്ങൾ അനുഭവിക്കുക. കല്യാണ പ്രിയദർശനാണ് മെയിനായിട്ട് ഇതിൽ കല്യാങ്കാട്ടി ആ നീലിയുടെ റോൾ ചെയ്തത്. പിന്നെ പറയുകയാണെങ്കിൽ മലയാളത്തിലെ എല്ലാ നടന്മാരും ഒട്ടുമിക്ക എല്ലാ പുതുമുഖ നടന്മാരും ഇതിലുണ്ട്. അത് സൗബിനുണ്ട്, പിന്നെ ദുൽഖർ, ടൊവിനോ, കുറേ. എന്തായാലും പടം കിടിലം പടമാണ്. സൗണ്ട് എഫക്റ്റ് ആയാലും കിടിലം തന്നെയാണ്. എന്തായാലും കൊള്ളാം. മസ്റ്റ് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവസാനമാണ് DQൻ്റെ ഒക്കെ ഒരു ഇൻ്റർവ്യൂ വന്നത്. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമായിരിക്കും. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും പടം കിടക്കിയിട്ടുണ്ട്. എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പടം കലക്കിയിട്ടുണ്ട്. അടിപൊളി പടം. കാശ് കൊടുത്തും മുതലായി. എന്തായാലും എല്ലാവരും കാണണ ഈ പടം. ഞാൻ പറയുന്നത് വെരി ഗുഡ്. ക്യാമറ എക്സലന്റ് ടെക്നിക്. ക്യാമറ വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ലായിരുന്നു, നൈസായിരുന്നു പടം. അഭിനയം സൂപ്പറായിരുന്നു. ആക്ച്വലി നമ്മൾ പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ് ഞാൻ. ഈ പടത്തിൻ്റെ പടം നമുക്ക് നേരത്തെ അറിയാവുന്ന കഥയാണ്. പിന്നെ ഈവൻ ഓഡിയൻസിൻ്റെ റെസ്പോൺസാണ് നമ്മൾ എല്ലാ ടെക്നീഷ്യൻസും വെയിറ്റ് ചെയ്യണത്. അത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഈവൻ സിനിമ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ മിന്നൽ മുരളിക്ക് ശേഷം വീണ്ടും ഒരു സൂപ്പർ ഹീറോ ജോണറിൻ്റെ ഭാഗമാകാൻ പറ്റി മലയാളത്തിൽ. അത് ഭയങ്കര വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള സിനിമ. പിന്നെ ഇത്ര നല്ലൊരു ബാനർ, ഇതിൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഹാപ്പി. പിന്നെ എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു. അതെ, ആക്ച്വലി ഇതിനകത്തേക്ക് ലാൻഡ് ചെയ്യുന്നത് നമ്മളിതിനകത്ത് 2 പേര് ക്ലബ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ കൽക്കിലെ ഡിസൈനർ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടിങ് ഡിസൈനറായിട്ടുണ്ടായിരുന്നു സൂപ്പർ ഹീറോ ജോണർ ചെയ്യാൻ. പിന്നെ എൻ്റെ ഇതൊരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഈവൻ അതിൻ്റെ നിങ്ങൾ കണ്ടിട്ടുള്ള വിഷ്വൽസിനകത്ത് വരുന്ന എല്ലാ വേരിയേഷൻസും നമ്മൾ ഈ കോസ്റ്റ്യൂംസിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ഇച്ചിരി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ്. ദെൻ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. ദെൻ അടിപൊളി. താങ്ക് യു ബ്രോ.